ஹாய் ஃப்ரெண்ட்ஸ், இன்றைக்கி நம்ம எங்கே வந்திருக்கோம் பார்த்தீங்கன்னா கேரளாவில் இருக்கிற அலப்பி போட் ஹவுஸ் தாங்க வந்திருக்கோம். ரொம்ப சந்தோஷமாக இருக்குது. இன்றைக்கி ஃபஸ்ட் டைம் இந்த போட்டுக்குள்ளே போக போகிறேன். ரொம்ப தடைகளை தாண்டி இன்றைக்கி அது என்னோடய கனவு நிறைவேற போகுது. வாங்க போட் எப்படி இருக்குன்னு பார்க்கலாம். இவங்களுடைய ஒரு ப்ரீமியம் செக்மெண்ட்டான ஒரு போட் ஹவுஸ் இன்டீரியர்ஸ் எப்படி இருக்குது அப்படின்றத ஒரு தடவை உள்ள போய் பார்த்துருவோம் வாங்க. நம்மளை வந்து பத்திரமா கூட்டிகிட்டு போயிட்டு வந்த இந்த சேட்டா போட் ஓடிட்டு வந்த ஒரு அண்ணா இருக்காங்க. அந்த அண்ணாவை பற்றியும் இந்த இடத்த பற்றியும் நம்ம வந்து அவங்க கிட்ட கேட்டே தெரிஞ்சுக்கலாம் வாங்க. இவர் தான் நம்ம சேட்டா. இவர் தான் நம்மளை போட்டில் எல்லா பக்கமும் கூட்டிகிட்டு போயிட்டு வந்தார். ஸோ இவரை பற்றியும் இவர் போட் ஓட்டுறதோட அவரோட ஃபீலிங்ஸ் என்ன அப்படின்றதையும் நம்ம கேட்டு தெரிஞ்சுக்கலாம். சேட்டா வணக்கம். உங்களோட பேர் என்னன்னு சேட்டா? பேர் டென்சன் ஆண்டனி. இங்கே எத்தனை வருஷமா இருக்கீங்க சேட்டா? ഞാൻ 2014 இந்த ഫീൽഡിലേക്ക് വന്നത്. ഇപ്പോൾ 10 വർഷമാകുമ്പോൾ இந்த ജോലിയിൽ ഞാൻ വന്നിട്ട് എക്സ്പീരിയൻസ് നല്ലതാണ്. കാരണം വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഇതിക്ക് മുന്നിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ இந்த ജോലിയിൽ ഭയങ്കര ഹാപ്പിയാണ്, நல்ல ஹாப்பியான. പിന്നെ എന്താ പറയുക, മനസ്സൊക്കെ പിടിച്ച ജോലി தான் ഞാൻ ചെയ്തിട്ടിருக்காரு. சாட்டிஸ்ஃபைடா இருக்கீங்க? சாட்டிஸ்ஃபைடா இருக்கு. சோ சேட்டா, உங்களோட இந்த போட்டை பத்தி நீங்க கொஞ்சம் எக்ஸ்பிளைன் பண்ணுங்களேன் ப்ளீஸ். ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത് പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്. അതായത് നമ്മുടെ വേൾഡിലെ തന്നെ ഫേമസ് ആയ ബോട്ട് റൈസ് നടക്കുന്ന സ്ഥലമാണ് ഇത്. ആ ബോട്ട് റൈസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ എല്ലാ ദിവസവും 12 മണിക്കാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വേമ്പനാട് കായൽ, മാർത്താണ്ഡം കായൽ, ചിത്തിര കായൽ, ആർ ബ്ലോക്ക് കായൽ, സി ബ്ലോക്ക് കായൽ ഇതെല്ലാം ചുറ്റിക്കറങ്ങി നമ്മൾ വൈകുന്നേരം 5 മണിയോടുകൂടി നമ്മളുടെ ഒരു വില്ലേജ് ഏരിയയിൽ തന്നെ നമ്മൾ ബോട്ട് ഹാൾട്ട് ചെയ്ത് സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ വീണ്ടും നമ്മൾ ട്രിപ്പ് ആരംഭിക്കുന്നത് 8 മണിക്ക് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മണിക്ക് തിരിച്ച് വീണ്ടും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള പുന്നമടയിൽ വന്ന് തിരിച്ചെത്തും. ഇതിനിടയിൽ നമ്മൾക്ക് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ലഞ്ച് ഉണ്ട്, ഈവനിങ് ടീ സ്നാക്സ് ഉണ്ട്, നൈറ്റ് ഡിന്നർ ഉണ്ട്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് മെനു വരുന്നത്. പിന്നെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആലപ്പുഴതായിട്ടുള്ള ഒരുപാട് സ്പെഷ്യൽസ് നമ്മൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. കരിമീൻ, കൊഞ്ച്, ഞണ്ട്, അതുപോലെ തന്നെ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള മീൻ വിഭവങ്ങൾ ഇവിടെ കിട്ടും. അത് നമ്മൾ വരുന്നവർ നമ്മൾക്ക് അത് ബോട്ടിൽ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് യാതൊരുവിധ ചാർജും കൂടാതെ തന്നെ ഗസ്റ്റിന് വേണ്ട വിധത്തിൽ അത് ഫ്രൈ ചെയ്തു അല്ലെങ്കിൽ ഗ്രേവി ചെയ്തു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുന്നതാണ്. അതിന് വേറെ എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മളുടെ ബോട്ട് എന്ന് പറയുന്നത് 2 ബെഡ്റൂം ബോട്ടാണ്. 2 ബെഡ്റൂം ബോട്ടിൽ നമ്മുടെ ബോട്ടിൻ്റെ പേര് വരുന്നത് വിഘ്നേശ്വര JP ടൂർ എന്നാണ് നമ്മളുടെ ബോട്ട് വരുന്നത്. നമ്മളുടെ കമ്പനിക്ക് 5 ബോട്ടാണുള്ളത്. 4 ബെഡ്റൂമിൻ്റെ ഒരു ബോട്ട്, സിംഗിൾ ബെഡ്റൂമിൻ്റെ ഒരു ബോട്ട്, ഡബിൾ ബെഡ്റൂമിൻ്റെ 3 ബോട്ടാണ് നമ്മളുടെ വരുന്നത്. അതിൽ 4 എണ്ണം വരുന്നത് ഡീലക്സ് ബോട്ടും 1 എണ്ണം വരുന്നത് പ്രീമിയം ബോട്ടുമാണ് നമ്മുടെ ബോട്ടുകളിൽ വരുന്ന കാറ്റഗറി. ஸோ சேட்டா, இங்கே இந்த போட் ஹவுஸ்ல ஸ்டே பண்ணணும், இந்த ட்ரிப் எல்லாம் போகணும் அப்படின்னா எவ்வளோ செலவாகும், என்ன ரேட்ல இருந்து ஸ்டார்ட் ஆகுது, அந்த மாதிரி ஏதாவது சொல்ல முடியுமா? சொல்ல முடியும். அது നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല. അതായത് സീസൺ അനുസരിച്ച് നമുക്ക് റേറ്റ് ചേഞ്ച് ആവും. പിന്നെ എന്ന് പറയുമ്പോഴേക്കും വീക്കെൻഡിലും ചേഞ്ച് ആവും. ഒരിക്കലും ഒരു റേറ്റ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് ദിവസം അനുസരിച്ചാണ് നമ്മളുടെ റേറ്റും കാര്യങ്ങളും വരുന്നത്. നമ്മളുടെ 3 ടൈപ്പാണ് പാക്കേജ് വരുന്നത്. ഡേ ക്രൂസ് പാക്കേജ്, ഓവർനൈറ്റ് പാക്കേജ്, നൈറ്റ് സ്റ്റേ പാക്കേജ്. ഡേ ക്രൂസ് എന്ന് പറയുമ്പോഴേക്കും ഡേ ക്രൂസിൽ നമ്മൾക്ക് മൊത്തം ഡേ മട്ടും തന്നെ ഡേ മാത്രമേ വരത്തുള്ളൂ.
രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നമുക്ക് ഡേ ട്രിപ്പ് ഉള്ളത്. അതിൽ വരുന്നത് ഇൻക്ലൂഡഡ് പിന്നെ വെൽക്കം ഡ്രിങ്ക്, ലഞ്ച്, ഈവനിങ് ടീ സ്നാക്സ്. ഓവർനൈറ്റിൽ വരുന്നത് വെൽക്കം ഡ്രിങ്ക്, ലഞ്ച്, ഈവനിങ് ടീ സ്നാക്സ്, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നൈറ്റ് പാക്കേജ് എന്ന് പറയുമ്പോഴേക്കും ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. சேட்டா இப்போ இங்க ஆலப்புழா வந்து இந்த எக்ஸ்பீரியன்ஸை நல்லா ஃபுல்லா என்ஜாய் பண்ணணும் அப்படின்னா எத்தனை நாளைக்கு பிளான் பண்ணா நல்லா இருக்கும் சேட்டா? அதை பத்தி கொஞ்சம் சொல்லுங்களேன். சொல்லலாம். അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആലപ്പുഴയാണ്. അതായത് ആലപ്പുഴയുടെ സ്പെഷ്യലൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോട്ടിങ്ങാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് മെയിനായിട്ടും ഹൗസ് ബോട്ടുകളിൽ നമ്മൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു 3-4 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആലപ്പുഴയായിട്ടുള്ള പാരമ്പര്യഗതമായിട്ടുള്ള ഫുള്ള് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഹൗസ് ബോട്ട് യാത്ര ഉൾപ്പെടെ തന്നെ ഹൗസ് ബോട്ടിൽ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ചെറിയ വില്ലേജ് യാത്രകൾ പോവാം, അതേപോലെ തന്നെ സ്മോൾ ബോട്ടിങ്ങിന് പോവാം, സ്പീഡ് ബോട്ടിങ്ങിന് പോവാം. ഇതെല്ലാം ആലപ്പുഴയുടെ തനതായ പാരമ്പര്യം കാണുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബീച്ചുണ്ട്, ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, രവി കരുണാകരൻ മ്യൂസിയം ഉണ്ട്. ഇതെല്ലാം നമുക്ക് കണ്ട് നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ആലപ്പുഴ. இவ்வளோ நேரமா நமக்கு இந்த போட் ஹவுஸை பத்தி எக்ஸ்பிளைன் பண்ண சேட்டாக்கு ஒரு தேங்க்யூ. மறுபடியும் உங்க கூட இந்த ஒரு எக்ஸ்பீரியன்ஸ் பண்ணணும்னு இன்னும் ஆசைப்படுறோம். வரோம் சேட்டா. இந்த இடம் உங்களோட லீவுக்கோ இல்லை வீக்கெண்டோ பிளான் பண்றீங்க அப்படின்னா ஒரு பெஸ்ட் பிளேஸா இருக்கும்ன்றது என்னுடைய ஸ்ட்ராங்கான ஒரு ஃபீலிங். ஐயோ ரொம்ப சந்தோஷங்க. இந்த 1 டே இந்த போட்டில் இருந்தது ரொம்ப ரொம்ப ஹாப்பியாக இருந்தது. அதனால் இதை விட்டுட்டு போகணும் அப்படின்னு நினைக்கும் போது ரொம்ப கஷ்டமாக இருக்குங்க. எல்லாரும் சொல்லுவாங்க ஒன்று விட்டு போனால் இன்னொன்று வந்து கிடைக்கும், பெட்டராக கிடைக்கும் அப்படின்னு சொல்லுவாங்க. ஆனால் இந்த சந்தோஷம் எனக்கு வேற எங்கேயும் போனாலும் கிடைக்காது. இதை விட வேறு பெட்டராக கிடைக்குமோ எனக்கு தெரியாது. ஸோ நான் ரொம்ப மிஸ் பண்ணுறேன்.